ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്ലോസ് ചാനൽ. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന നാഗാർജുൻ എഴുതിയ കവിതയുടെ ബാക്കി ഭാഗമാണ് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോട്ട്സ് ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ബാക്കി ഭാഗം നോക്കാം. കവിതയുടെ ദാനെ ആയേ ഘർ കെ അന്തർ കൈ ദിനോ കെ ബാദ്, കുറച്ച് നാളുകൾക്ക് ശേഷം, കൈ ദിനോ കെ ബാദ് ദാനെ, ധാന്യങ്ങൾ വീട്ടിൽ വന്നു. അതായത് ധാന്യങ്ങൾ ഉദ്ദേശിക്കുന്ന അരി, ഗോതമ്പ് മുതലായതൊക്കെ ഭക്ഷിക്കുവാനായി വീട്ടിൽ എത്തി. ധുവാ ഉടാ ആങ്കൻ സെ ഊപ്പർ കൈ ദിനോ കെ ബാദ്, മുറ്റത്തുനിന്നും അതായത് വീടിൻ്റെ മുറ്റങ്ങളിൽ നിന്നും പുക ഉയർന്നു തുടങ്ങി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുക്കളയിൽ പാകം ചെയ്യാൻ തുടങ്ങി, പുക ഉയരാൻ തുടങ്ങി. അപ്പോൾ വീടിൻ്റെ മുറ്റത്തു നിന്നും മുകളിലായി പുക ഉയർന്നു പൊങ്ങുന്നു. അതായത് മുകളിലേക്ക് പുക ഉയർന്നു പൊങ്ങുന്നു. കുറേ ദിവസങ്ങളായിട്ട് അടുപ്പിലൊന്നും കത്തിക്കാനില്ലായിരുന്നു, അടുപ്പ് പുകയുന്നില്ലായിരുന്നു. ഇപ്പോൾ അടുപ്പ് പുകഞ്ഞു തുടങ്ങിയെന്നാണ് ഈ വരിയിൽ അർത്ഥമാക്കുന്നത്. ചമക് ഉഠി ഘർ ഭർ കി ആംഖേം കൈ ദിനോ കെ ബാദ്, കുറച്ച് നാളുകൾക്ക് ശേഷം വീട്ടിലെ പല കണ്ണുകളും വളരെ തിളക്കത്തോടു കൂടി തുറന്നു. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന കണ്ണുകൾ എന്ന് പറയുന്ന വീട് നിറയുള്ള കണ്ണുകൾ എന്നൊക്കെയുള്ള ആ ഒരു വരി സൂചിപ്പിക്കുന്നത് വീട്ടിൽ ഉണ്ടായിരുന്ന എല്ലാ വസ്തുക്കളുടെയും കണ്ണ് തിളങ്ങി. അതായത് പ്രതീക്ഷ എല്ലാവരിലും ഉണ്ടായി. അതായത് ഇപ്പം നമുക്ക് ഭക്ഷണം ലഭിക്കുമെന്ന പ്രതീക്ഷ അവിടെ ഉണ്ടായിരുന്ന ഒറ്റക്കണ്ണനായ ആ പട്ടിക്കുട്ടിക്കും, അതുപോലെ തന്നെ ചക്കി, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതല്ലേ, ചക്കി, ചൂഹ, പല്ലി, ഇവയ്ക്കൊക്കെ ഒരു പ്രതീക്ഷയാണ് വരുന്നത്. ധാന്യങ്ങൾ വീട്ടിൽ വന്നു, അപ്പോൾ ഉടനെ ഭക്ഷണം കിട്ടുമെന്ന്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ചമക്കുടി മിന്നി തിളങ്ങുന്നു ഘർഭർ, വീട് നിറയെ കണ്ണുകൾ, കൈ ദിനോ കെ ബാദ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം. അടുത്ത് കൗവേനെ കുജലായി പങ്കിയും കൈ ദിനോ കെ ബാദ്, അതായത് ഇവിടെ കാക്ക കുറേ നാളുകൾക്ക് ശേഷം തൻ്റെ ചിറകൊക്കെ ഒന്ന് കുടഞ്ഞ്, ചിറകൊക്കെ ഒന്ന് വിരിച്ച് ചൊറിഞ്ഞൊക്കെ അങ്ങനെ ഇരിക്കുന്നു. കുജല എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇച്ചിങ്, ചൊറിയുക എന്നാണ്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് അർത്ഥമാകുന്നത് തനിക്ക് ഭക്ഷണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ചിറകൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് റെഡിയായിട്ടൊക്കെ ഇരിക്കുകയാണ് എന്ന അർത്ഥമാണ്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. കവി എപ്രകാരമാണ് ക്ഷാമകാലത്തെ പറ്റി വിവരിക്കുന്നത്? ചൂലേക്ക റോന, അടുപ്പ് കത്തി എരിയുന്നു. ചക്കീക്ക ഉദാസ് ഹോന, ആട്ടുകല്ല് ഉദാസീനായിരിക്കുന്നു. ഒറ്റക്കണ്ണുള്ള പട്ടിക്കുട്ടി ഉറങ്ങുന്നു. ചിപ്കലിയോങ്ക കി ഗശത്, പല്ലുകൾ റോന്തു ചുറ്റുന്നു. ചൂഹോങ്കി ബൂറി ഹാലത്, അവിടെയുള്ള എലികളൊക്കെ വളരെ മോശമായ അവസ്ഥയിൽ. അകാലത്തിൻ്റെ, അതായത് ക്ഷാമകാലത്തിൻ്റെ ഭീഷണി സമയത്തെ പറ്റിയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്, അല്ലേ? ഈ സമയത്ത് അടുപ്പ് കരയുന്നു. ഘർ കി ദിവാരോംബർ, വീടിലെ ഭിത്തിമേല്. ചിപ്കലിയാം, പല്ലികള് ഭക്ഷണം ലഭിക്കാത്തതിനാൽ. ഖാന നാ മിൽനെ കി വജ, കാരണം. വജഹ് എന്ന് പറഞ്ഞാൽ കാരണം. ഭക്ഷണം ലഭിക്കാത്ത കാരണത്താൽ വിവശരായി. ഘൂം രഹേ ഹേ, റോന്തു ചുറ്റുന്നു. ചക്കി ഉദാസ് ഹേ, ആട്ടുകല്ല് ഉദാസീനായിരിക്കുന്നു. മത്ലബ്, അതിൻ്റെ അർത്ഥം കൈ ദിനോസെ ഉസ്ക കോയി ഉപയോഗ് നഹി ഹേ, കുറേ ദിവസമായിട്ടത് ഉപയോഗിക്കാറേ ഇല്ല. ചൂഹെ പരാജിത് സഹോഗേ ഹേ, എലിയെ വളരെ പരാജിതനായി കാണപ്പെടുന്നു. ക്യോങ്കി ഘർ മേ ദാനെ ക അഭാവ്, വീട്ടിൽ ഗ്രെയിൻസ്, ഭക്ഷണ സാധനങ്ങളുടെ അഭാവമുള്ളതിനാൽ. ഉൻകെ പേട്ട് ഭർനെ കി ആശാക്കു നിരാശ് ബനാ ദിയാ ഹേ, അവൻ വയറ് നിറയ്ക്കണം എന്നുള്ള അവൻ്റെ ആഗ്രഹം അത് സഫലമാവില്ല, അവന് നിരാശയായി. അടുത്തൊരു ചോദ്യമാണ്. ദാനിയായ ഘർ കി അന്തർ കൈ ദിനോ കെ ബാദ് ധുവാ ഉഠാ ആംഗൻ സെ ഉപ്പർ കൈ ദിനോ കെ ബാദ്, ഈ വരികളിലൂടെ കവി എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് അതിൻ്റെ ഒരു 1-2 ഉദാഹരണങ്ങൾ നോക്കാം ഉത്തരത്തിൻ്റെ. കവി ഇവിടെ
അകാലത്തിന് ശേഷം, ക്ഷാമത്തിന് ശേഷമുള്ള സ്ഥിതിയെ പറ്റിയാണ് വർണ്ണിക്കുന്നത്. അകാൽ ക ഭീഷൺ കാല ബദൽ ഗേ, ചേഞ്ച് ചെയ്തു. അകാലത്തിൻ്റെ, ക്ഷാമത്തിൻ്റെ ഭീഷണി നിറഞ്ഞ ആ കാലഘട്ടം ഇപ്പോൾ കടന്നു പോയിരിക്കുന്നു, ചേഞ്ച് ചെയ്തിരിക്കുന്നു. और घर में बहुत दिनों के बाद आज अनाज आ गया है. ഇന്ന് വീടുകളിൽ, കുറേ നാളുകൾക്ക് ശേഷം വീടുകളിൽ ഇന്ന് ധാന്യങ്ങൾ വന്നിരിക്കുന്നു. അകാൽ കെ ബഹുത് ദിൻ കെ ബാദ് ആജ് ജൂല ജൽനെ ലഗെ. ഇന്ന് അടുപ്പെരിഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷം ആളുകൾ ഖാന, ഭക്ഷണം, പക്കാന ശുരു കിയ, ഭക്ഷണം പാകം ചെയ്യുവാൻ തുടങ്ങി. ഇതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ഉത്തരം अकाल के बाद के दिनों का चित्रण कवि ने इन पंक्तियों द्वारा किया है. ഈ പങ്ക്തികളിലൂടെ, ഈ വരികളിലൂടെ കവി ക്ഷാമത്തിന് ശേഷമുള്ള കാലഘട്ടത്തെ പറ്റിയാണ് വർണ്ണിക്കുന്നത്. അകാലത്തിന് ശേഷം വീട്ടിൽ ദാനെ ആനെ പർ, ഭക്ഷണ സാധനങ്ങൾ വന്നപ്പോൾ വീട്ടിൽ അങ്കൺ സൂപ്പർ, മുറ്റത്തിന് മുകളിലായി പുക ഉയരുവാൻ തുടങ്ങി. മത്ലബ്, അതിൻ്റെ അർത്ഥം ചൂൽഹ ജൽനയിലൊക്കെ, അടുപ്പ് കത്താൻ തുടങ്ങി. വീട്ടിലെ ആളുകൾ ഭക്ഷണം പാകം ചെയ്യുന്നു എന്നതിനെയാണ് ഇത് ഇഷാര സൂചിപ്പിക്കുക. ഇഷാര കർത്ത ഹെ, വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനാണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, ചമക്കുട്ടി ഘർ ഭർ കി ആംഖേം. ഈ വരികളുടെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഇവിടെ ആംഖേം, കണ്ണുകളെന്ന് സൂചിപ്പിക്കുന്നതിനെ, കണ്ണുകൾ, വീട് നിറയെ കണ്ണുകൾ തിളങ്ങുന്നു എന്നുള്ള അർത്ഥം വരുന്ന വാക്കാണിത്. ഇവിടെ അകാൽ കെ ബാദ് ഘർ മേ ഖാന പക്കാന ലഗ, ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി. കുറേ നാളുകൾക്ക് ശേഷം അവിടെ അടുപ്പെരിയാൻ തുടങ്ങി. ആംഖേൻ ജീവജന്തുവും കി ഹോത്തി ഹെ, കണ്ണുകളുള്ളത് ജീവജാലങ്ങൾക്കാണ്. ലേക്കിൻ യഹാ കവീനെ, പക്ഷെ ഇവിടെ കവി നിർജീവ വസ്തുക്കളെ പോലും മാനവീയ ഗുണമുള്ള ഒന്നാക്കി സൂചിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെ കവി പറയുന്നത്. ഐസേമേം, അങ്ങനെയാണ് ചൂൽഹ, ചക്കി, കുത്തിയ, ചിക്കലി, ചൂഹ ഇവയെല്ലാം തന്നെ നിർജീവമായ വസ്തുക്കളാണ്. അതുപോലെ തന്നെ സജീവമായിട്ട് ഘർമേ ദാനെ ആനയ്ക്ക് കാരൻ, അതായത് ഭക്ഷണം വന്നു എന്നറിഞ്ഞപ്പോൾ ഇവയെല്ലാം സജീവമാവുകയാണ്, സന്തോഷഭരിതമാവുകയാണ്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. വരികളുടെ അർത്ഥം ഇങ്ങനെയാണ്. കവിനെ അകാൽ കെ ബാദ്, ക്ഷാമത്തിന് ശേഷമുള്ള കാര്യങ്ങളുടെ പ്രകാരമാണ് ഇവിടെ പറയുന്നത്. വീടിനുള്ളിൽ ധാന്യം വന്നിരുന്നു. ആങ്കൻ സെ ധുവ, സ്മോക്ക് ഉയരുന്നു. വീടിനുള്ളിലുള്ള കണ്ണുകളൊക്കെ തിളങ്ങുന്നു. കൗവയെ അതുപോലെ തൻ്റെ ചിറകുകളൊക്കെ ഒന്ന് ചെറിയുന്നു. അപ്പം ഇതാണ് ഏതാനും സൂചനകൾ നമുക്ക് കവിതയിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പം അതിൻ്റെ ഉത്തരം നോക്കാം. വീടിനുള്ളിൽ, ഗർക്കെ ഭീത്തർ, ഭീത്തർ എന്ന് പറഞ്ഞാൽ അന്തർ, വീടിനുള്ളിൽ ധാന്യങ്ങൾ എത്തുന്നു, ഭക്ഷണ സാധനങ്ങൾ എത്തുന്നു. ഘർ ഭർ കി ആങ്കെ ചമക് ഉടുത്തി ഹെ, വീടിനുള്ള കണ്ണുകളെല്ലാം തിളങ്ങുന്നു, മിന്നിത്തിളങ്ങുന്നു. അഭി ഭോജൻ ബനാ നഹി ഹെ, ഇപ്പം ഭക്ഷണം പാകം ചെയ്തിട്ടില്ല. ലേക്കിൻ, പക്ഷേ അന്നയ്ക്ക് ആഹട്ട് നെഹി, ഭക്ഷണം വന്നപ്പോൾ തന്നെ വളരെ പ്രതീക്ഷയോടെ കണ്ണുകൾ തിളങ്ങുന്നു. റോഷനി ഭർദി ഹെ, ഉമ്മീദ് ഉസി തര രോഷനി ലാത്തി ഹെ, പ്രതീക്ഷയാണ് ഇത്തരത്തിൽ കണ്ണുകളിൽ തിളക്കം കൊണ്ടുവരുന്നത്. ഫിർ ധുവ ഉടുത്ത ഹെ, അതിനുശേഷം അവിടെ നിന്ന് പുക ഉയരുന്നു. ഛപ്പർ കി ഉപ്പർ യാനി ചൂല ജൽ ഗയാ ഹെ, അതായത് അവിടെ അടുപ്പ് കത്തുന്നു, മുറ്റത്തിന് മുകളിലായി, അതായത് നമ്മുടെ ചിമ്മിനിയിൽ നിന്നും പുക ഉയരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യഹ് ധുവ ശുഭ സംഗീത ദേ രഹാ ഹൈ, പുക ശുഭസൂചനയാണ് നൽകുന്നത്. അതുപോലെ തന്നെ കൗവ എന്ത് ചെയ്യുന്നു? തൻ്റെ പങ്ക് കുചൽ രഹേ, തൻ്റെ ചിറകുകളിൽ ചൊറിയുന്നു. ടിപ്പണി എഴുതാനായിട്ടൊരു ചോദ്യമുണ്ട് കവിതാംശത്തെ പറ്റിയും കവിതയുടെ പ്രാസംഗികതയെ പറ്റിയൊക്കെ. അപ്പം അതിനൊന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം. കവിവർ നാഗാർജുന എഴുതിയ കവിതയാണ് അകാൽ ഓർ ഉസ്കെ ബാദ്. ഇതിൽ യഹ് ദിഖാന ചഹത്തെ, ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അകാലത്തിൻ്റെ പ്രഭാവം, ക്ഷാമത്തിൻ്റെ പ്രഭാവം കേവൽ മനുഷ്യ പർഹീനഹി, മനുഷ്യരിൽ മാത്രമല്ല ഉള്ളത്. സാരേ ജീവജന്തു, എല്ലാ ജീവജാലങ്ങളും ഇതിൽ പ്രഭാവിതമായി തീരുന്നു. പൂരി കവിതാമേ അകാൽ സെ ജുഡി, ഈ കവിത മുഴുവനും ക്ഷാമവുമായി ബന്ധപ്പെട്ട്, ജുഡി എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ടുള്ള, ഗരീബി, ഭൂഖ് और पीड़ा का वर्णन है, പട്ടിണിയുടെയും അതുപോലെ ഭക്ഷണമില്ലായ്മയുടെയും പാവപ്പെട്ട ആ ഒരു അവസ്ഥയുടെയും അതുമൂലമുള്ള പീഡ, വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയൊക്കെ
വർണ്ണനമാണ് നമ്മൾ ഈ കവിതയിലുടനീളം കാണുന്നത്. ഐസി സ്ഥിതിയുമേ കുച്ച് ദാനെ ആനെ പർ ഹോനെ വാല പരിവർത്തൻ. ഇങ്ങനെ ഒരു സ്ഥിതിയിൽ കുറച്ച് ധാന്യങ്ങൾ എത്തുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പരിവർത്തനവും ഉല്ലാസവും ഒക്കെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. ആജ് ബി ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഗരീബോം കെ ഘർ കി ദശ യഹി ഹെ, പാവപ്പെട്ടവരുടെ വീടിൻ്റെ അവസ്ഥ ഇതുതന്നെയാണ്. ബെഹാൽ ദേവ് ജന്തു. ബെഹാൽ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ അവസ്ഥയിൽ. അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന കവിത കവി നാഗാർജുൻ രചിച്ചതാണ്. ഇതിൽ ഗരീബ് പാവപ്പെട്ടവർ, അതുപോലെ സഹായിക്കാൻ ആരുമില്ലാത്ത ബേബസ് ആളുകൾ, ഇവരുടെയൊക്കെ ജീവിതത്തിൽ വ്യാപിച്ചിരിക്കുന്ന പട്ടിണി മരണവും അതിനെ എങ്ങനെ ഒരു റിക്കവർ തരണം ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ അങ്കിത് കിയാ ഗയാ ഹെ, രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗരീബ് വ്യക്തി ഹി ബിന അന്ന് പരേശാൻ നഹി ഹെ. ഭക്ഷണമില്ല എങ്കിൽ അവർ ഓവറായിട്ട് അതിനെപ്പറ്റി വറീഡാവുന്നില്ല. ഭക്ഷണമില്ലായ്മ അവർ അതിനോട് ഓൾറെഡി അത്തരത്തിലുള്ള സാഹചര്യത്തോട് ഓൾറെഡി പൊരുത്തപ്പെട്ട് കഴിഞ്ഞാണ്. ദേ ആർ യൂസ് ടു. അപ്പം അവിടെയുള്ള ജീവജന്തുക്കളുടെ അവസ്ഥ എന്താണ്? പറഞ്ഞ ജീവജന്തുക്ക ഹാൽ ഭി ബേഹാൽ ഹെ, വളരെ മോശമാണ്. ചിപ്കലിയോ ദിവാരോ പെർ ഗശത്ത് ലഗ്തി ഹെ, പല്ലുകൾ ഭിത്തി കൂടെ വെറുതെ റോന്ത് ചുറ്റുകയാണ്, പക്ഷേ ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല. ചൂഹേ ഭി ഭൂക്ക് സെ വ്യാകുൽ ഹെ, എലി പോലും ഭക്ഷണം കിട്ടാതെ വിശന്ന് വ്യാകുൽ വിഷമിച്ചിരിക്കുകയാണ്, വിഷമാവസ്ഥയിലാണ്. പരന്തു കവിതാമേ പ്രത്യക്ഷ രൂപസേ, പക്ഷേ ഈ കവിതയിൽ പ്രത്യക്ഷമായിട്ട് മനുഷ്യനെ പറ്റി പറയുന്നില്ല. പരന്തു എങ്കിലും അന്ന ഭോജൻ ചൂല ജലാന, ഈ കാര്യങ്ങളിലൂടെയൊക്കെ മനുഷ്യ സംബന്ധിത, അതായത് മനുഷ്യനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അന്നം ഭോജനം, അതുപോലെ അടുപ്പ് കത്തിക്കുക എന്നുള്ളതൊക്കെ. മനുഷ്യ പൂരി പരിസ്ഥിതിയുമേ വിദ്മാൻ ഹേ, മനുഷ്യരിവിടെ എല്ലാ പരിസ്ഥിതിയിലും, അതായത് കവിതയിലുടനീളം മനുഷ്യൻ വിധമാൻ, അതായത് പ്രസൻസ്, മനുഷ്യൻ്റെ ആ ഒരു പ്രസൻസ് കവിതയിലുടനീളം നമുക്ക് കാണാൻ കഴിയും. അകാൽ കി വിഭീഷിക ആ ജാതി ഹേ, ക്ഷാമത്തിൻ്റെതായ എല്ലാ ദുരിതങ്ങളും ഇവിടെ കടന്നു വരുന്നു. വഹ് ഭി ബഡി ശബ്ദവാലി മേത്, വളരെ നല്ല ശബ്ദാവലിയിൽ ഇവിടെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കവി. അകാൽ ജീവൻ കോ സ്ഥഗിത് കർത്താ ഹെ और अन्य जीवन में हलचल पैदा करता है. ക്ഷാമം ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തുന്നു. അന്നം വരുമ്പോഴേക്കും അവിടെ, ഭക്ഷണം വരുമ്പോഴേക്കും അവിടെ നല്ല വ്യത്യാസങ്ങളുണ്ടാവുന്നുണ്ട്. ജൻവാദി കവി, പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള ഈ കവിതയിൽ ഗരീബി ക, ഭൂക്മരി ക, പട്ടിണിയുടെയും പാവപ്പെട്ട ഒരവസ്ഥയുടെയൊക്കെ സാക്ഷാത്കാരം ചെയ്തിരിക്കുന്നു, അത് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. കവി ജീവൻ की दो विरोधी स्थितियों को अलग अलग बिंबों के माध्यम से व्यक्त करता है. ജീവിതത്തിൻ്റെ രണ്ട് വിരോധമായിട്ടുള്ള അവസ്ഥകളെ വിവിധ ബിംബങ്ങളിലൂടെ, വിവിധ പ്രതീകങ്ങളിലൂടെ ഇവിടെ വ്യക്തമാക്കുകയാണ്. ये बिंबियों तो जीवन की विरोधी स्थितियों को बड़ी सहजता से व्यक्त करता है. ഈ വിരോധാഭാസത്തെ, ജീവിതം രണ്ട് വിരോധാഭാസം, അതായത് പട്ടിണിയും അതുപോലെ ഭക്ഷണമുള്ള അവസ്ഥയും രണ്ടും ഇവിടെ വളരെ സഹജമായ രീതിയിൽ കവി വ്യക്തമാക്കുകയാണ്. തബ് തക് ഭൂക്ക് രഹേഗി തബ് തക് അകാൽ ഔർ ജബ് തക് ഭൂക്ക് രഹേഗെ തബ് തക് അകാൽ ഔർ ഉസ്കെ ബാദ് കവിത ഭി രഹേഗെ, അതായത് ഭൂക്ക്, വിശപ്പുള്ളിടത്തോളം കാലം ഈ കവിത വളരെ പ്രസക്തമാകുന്നു. മറ്റൊരു ഉദാഹരണം നോക്കാം. നാഗാർജുൻ ഹിന്ദിക്ക് പ്രഗതിശാൽ സാഹിത്യകാർ ഹെ, വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു സാഹിത്യകാരനാണ് നാഗാർജുൻ എന്ന് പറയുന്ന ആള്. ലോക് ജീവൻ, പ്രകൃതി और സമകാലീൻ രാജനീതി ആപ്കി രചനാവും കെ മുഖ്യ വിഷയ ഹെ. അദ്ദേഹത്തിൻ്റെ രചനയിൽ മുഖ്യ വിഷയം എന്തൊക്കെയാണ്? ലോക് ജീവൻ, ആളുകളുടെ ജീവിതാവസ്ഥ, പ്രകൃതി, അതുപോലെ സമകാലികമായ, അതായത് സമകാലികമായ രാജനീതി, അവിടുത്തെ പൊളിറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷൻസ്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇസ് കവിതാമേ കവി അകാൽ കി ദയനീയ സ്ഥിതി കാ വർണ്ണൻ കർത്തേ ഹുയെ കഹത്തെ ഹെ. ക്ഷാമത്തിൻ്റെ ദയനീയമായ അവസ്ഥ കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, കൈ ദിനോസെ, കുറേ ദിനങ്ങളായി അവിടെ ക്ഷാമമുണ്ടായിരുന്നു. അകാൽ പടാത്ത, അകാൽ കെ ദിനോമേ ഘർ മേ അനാജ് കാ ഏക് ദാനാ ഭി നഹി താ. സമയത്ത് വീട്ടിലൊരു
ഭക്ഷണം പോലും ഒരു ധാന്യമണി പോലും ഉണ്ടായിരുന്നില്ല. കൈ ദിനോസെ കുറെ നാളുകളായി വീട്ടില് झूला नहीं जलाया था, അടുപ്പ് കത്തിയിരുന്നില്ല, അഥവാ വീട്ടിൽ ഭോജനം പാകം ചെയ്തിരുന്നില്ല. നഹി ബനായ था, इससे झूला रो रहा था. അതിനാൽ തന്നെ നമുക്ക് അടുപ്പ് കരയുകയാണെന്ന് അവിടെ പറയുന്നല്ലേ, അടുപ്പ് കരയുകയായിരുന്നു. और चक्की उदास पड़ी थी, ആട്ടുകല്ല് അരകല്ല് ഉദാസമായിരിക്കുകയായിരുന്നു. घर की दीवारों पर छिपकलियां घूम रही थी, വീടിൻ്റെ ഭിത്തിമേല് പല്ലികൾ ഓടി നടക്കുകയായിരുന്നു, റോന്തു ചുറ്റുകയായിരുന്നു. चूल्हे और चक्की के पास घर की कानी कुतिया अनाज आने के प्रतीक्षा में सो रही थी. ധാന്യം വരുമെന്ന പ്രതീക്ഷയിൽ ഒറ്റക്കണ്ണിയായ പെൺപെട്ടി അവിടെ ഉറങ്ങുകയായിരുന്നു. ചൂഹോം കോ ഭി ഖാനെ കെ ലിയെ കുച്ച് നഹി മില, എലികൾക്കും ഭക്ഷിക്കാൻ ഒന്നും ലഭിച്ചില്ല. ഇതെല്ലാം ഈ അകാൽ അവസ്ഥയുടെ, ക്ഷാമാവസ്ഥയുടെ ദയനീയമായ ദശാവസ്ഥയായിരുന്നു. ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.